ഇന്ന് ഏകദേശം 7:30-8 മണിക്കുള്ളിലായിരുന്നു ഇവിടെ കീഴ്പള്ളി അത്തിക്കലിൽ ഒരു വാഹനാപകടം നടന്നിട്ടുള്ളത്. ബൈക്കും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. അതിലൊരു മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ നാട്ടുകാരാണ് നമ്മൾ കൂടിയുള്ളത്. ചേട്ടാ, എന്തായാലും ഇന്ന് സംഭവം വെച്ചാൽ ഇന്ന് ഏകദേശം ഒരു 7:50 പിന്നെ ഇവിടെ ഒരു 4 വർഷമായി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ് സ്വദേശി ഇവിടെ മെഡിക്കൽ ഷോപ്പ് നിർമ്മല മെഡിക്കൽ കീപ്പിൽ ടൗണിൽ അദ്ദേഹം രാവിലെ കട തുറക്കാൻ പോകുമ്പം ഇവിടെ എത്തുന്നു. പിന്നെ ആർലം ഫാമിൽ നിന്ന് വരുന്ന തൊഴിലാളി 2 യുവാക്കൾ വരുന്ന ബൈക്കും ഇദ്ദേഹത്തിൻ്റെ ബൈക്കും കൂട്ടിയടിച്ച് ഇയാൾ തെറിച്ച് വീഴുന്നു. തെറിച്ച് വീണവിടെ പെട്ടെന്നൊരു ടിപ്പർ വരുന്നു. മേലെ ഹിറ്റാച്ചിയും കയറ്റി ടിപ്പർ വരുന്നു. ആ ടിപ്പർ ഇയാളുടെ തലയിലേക്ക് കയറി. ഞങ്ങളൊക്കെ അത്തിക്ക് പ്രദേശത്ത് പെട്ടെന്ന് എട്ടലോടെയാണ് ഈ സംഭവം അറിഞ്ഞത്. ഞങ്ങൾ വരുമ്പോൾ തലച്ചോറ് ചെതറിക്കിടക്കുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടുണ്ട്. ഇന്നത്തെ ഈ ദുരന്തത്തിന് മെയിൻ കാരണം ഈ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഈ പൈപ്പുകളാണ്. ഈ പൈപ്പുകൾ ഈ റോഡ് സൈഡിലില്ലാതെ അത് ശരിക്കും കാണും, വിഷ്വൽ അത് കാണിച്ചു കൊടുക്കണം. ഈ പിന്നെ എടൂര് തൊട്ട് കീഴ്പള്ളി വരെ ഈ ജപ്പാൻ കുടിവെള്ളത്തിന് ഈ പൈപ്പ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. വളരെ അനാസ്ഥയോടെയാണ് ഈ പൈപ്പ് സ്ഥാപിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടേക്കുന്നത്. എത്ര നാളായെന്നറിയുക. അപ്പോൾ ഈ പൈപ്പ് ഇല്ലായിരുന്നെങ്കിൽ മര്യാദ സൈഡ് വഴി ഇന്നത്തെ അപകടം ആ മരണം ഒഴിവാക്കായിരുന്നു ഈ പൈപ്പില്ലെങ്കിൽ. ഇതിന് ഈ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പേരും കൂടെ കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. മരിച്ചുപോയ അയ്യങ്കുന്ന് പഞ്ചായത്തിലുള്ള കച്ചേരിക്കട് സ്വദേശിയാണ്. ഇവിടെ ഒരു 4-5 വർഷമായി ഇവിടെ വാടക താമസിക്കുന്നവരാണ്. കീഴ്പള്ളിയിലാണ് നിർമ്മല മെഡിക്കൽ ഷോപ്പ് എന്നുകൊണ്ട് അവിടെ ഈ സ്ഥാപനം നടത്തുന്നത്. ഇല്ല, ഓവർ സ്പീഡൊന്നുമില്ല. പെട്ടെന്ന് ആ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. ഇയാൾ പയ്യെ സാധാരണത്തിൽ പോകുന്ന ഒരാളാണ് ഇയാൾ. തീയിൽ എത്രയോ 10-12 അവൾ വന്നിട്ടുണ്ട് ഈ വളവിലൊക്കെ. ഇപ്പോൾ ആ പാലം പൊളിക്കാം. ഈ പാലം പൊളിക്കാൻ കാരണം ഞാൻ പറഞ്ഞ ഈ ജപ്പാൻ കുടിവെള്ളത്തിന് പൈപ്പ് ഭാരമേറിയ 15 കിൻഡൽ ഒരു പൈപ്പിന് 15 കിൻഡൽ ഭാരമുണ്ട് ഈ പൈപ്പ്. ഈ പൈപ്പ് കയറ്റിയ വാഹനങ്ങളായി പാലം വഴി പോകുന്നത്. അങ്ങനെ പാലത്തിന് ബലക്ഷയം ഇന്ന് ആ പാലം പൊളിച്ചുകൊണ്ടിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദാരുണമായ ഒരു അപകടം ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ഇടവരുത്തിയത് ഞാൻ പറഞ്ഞ ഈ പൈപ്പറ്റ കാരണമാണ്. ഇത് മാറ്റാനും കൂടെ നടപടി ഇതോടെ ഉണ്ടാകണം എന്നാണ് നാട്ടുകാരനായി ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഈ അപകടം ഉണ്ടാവാൻ ഒന്നാമത്തെ കാരണം ഈ ഒരു പൈപ്പ് തന്നെയാണ്. കാടുകൾ 6 മാസത്തെ അധികം കാട് കയറി കൂടി പൈപ്പ് പോലും കാണാത്ത രീതിയിലുള്ളത്. പെട്ടെന്നൊരു വണ്ടി രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പൊന്നും കാണില്ല. ഇവിടുന്ന് പിന്നെ വളയംകോട് വരെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര അപകടാവസ്ഥയിലാണ് ഇതുള്ളത്. ശരിക്കും ഈ സൈഡിൽ ഈ ഒരു ഇത് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് വണ്ടി മാറി അപകടമൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കുമെന്നായിരുന്നു ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ഇതും ഒരു ദുരിതമായിട്ട് മാറുന്നുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി ഇനിയുള്ള അപകടങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.